1965 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ 60 വർഷങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ച നമ്മുടെ ധീര സൈനികരെ ഓർത്ത് നാം ഓരോരുത്തരും അഭിമാനിക്കുന്നു. അവരില്ലായിരുന്നെങ്കിൽ നമ്മളില്ല, നമ്മുടെ രാജ്യമില്ല. ജീവൻ പണയം വെച്ച് വീറോടെ മുന്നോട്ടാഞ്ഞ് പൊരുതുമ്പോൾ രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ ഇന്ന് സ്മരിക്കുന്നത് ഒരു ഇന്ത്യൻ സൈനികന്റെ കഥയാണ്. 4 പാകിസ്ഥാൻ ടാങ്കുകൾ തകർത്ത ഇന്ത്യൻ സൈനികൻ അബ്ദുൾ ഹമീദിന്റെ കഥ. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ വിജയത്തിന്റെ 60-ാം വർഷം ആഘോഷിക്കുകയാണ്. 4 പാകിസ്ഥാൻ ടാങ്കുകൾ നശിപ്പിക്കുകയും മരണാനന്തരം പരമവീര ചക്രം നേടുകയും ചെയ്ത ഇന്ത്യൻ സൈനികർ അബ്ദുൾ ഹമീദിന്റെ കഥ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതിന്റെ 60-ാം വാർഷികമാണ് ഈ വർഷം. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വെള്ളിയാഴ്ച ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ഇന്ത്യൻ സായുധ സേനയിലെ വെറ്ററന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിംഗ് അവരുടെ വീര്യത്തെ പ്രശംസിച്ചു. യുദ്ധകാലത്ത് ജീവിച്ചിരുന്ന നിരവധി വ്യക്തികളെക്കുറിച്ച് സിംഗ് പരാമർശിക്കുകയും അവരുടെ വീരത്വത്തെയും ധീരതയും ആഘോഷിക്കുകയും ചെയ്തു. ആ പ്രമുഖരിൽ 4 പാകിസ്ഥാൻ ടാങ്കുകൾ തകർത്ത ഇന്ത്യൻ സൈനികൻ അബ്ദുൾ ഹമീദും ഉൾപ്പെടുന്നു. മരണാനന്തരം പരംവീര ചക്രം അദ്ദേഹത്തിന് ലഭിച്ചു. ആയുധത്തിൻ്റെ വലിപ്പമല്ല, ഹൃദയത്തിൻ്റെ വലിപ്പമാണ് ധൈര്യമെന്ന് ഞങ്ങളുടെ ധീരനായ അബ്ദുൾ ഹമീദ് ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് സിംഗ് പറഞ്ഞു. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ധൈര്യം, സംയമനം, ദേശസ്നേഹം എന്നിവയുടെ സംയോജനം അസാധ്യമായതിനെ സാധ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആരായിരുന്നു ഹമീദ്? അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ കഥ പരിശോധിക്കാം. 1933 ജൂലൈ 1 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ധമുപൂർ ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ഹമീദ് ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നതായി പറയപ്പെടുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാറായി നിയമിതനായ അദ്ദേഹം 4ാം ഗ്രനേഡിയേഴ്സ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചു. 1947 കാശ്മീരിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം നടന്നിരുന്നു. തുടർന്ന് 65 പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ആരംഭിച്ചു. റാൻ ഓഫ് കച്ചിൽ ഇരുപക്ഷവും ഏറ്റുമുട്ടിയ ഏപ്രിൽ മുതൽ പുകഞ്ഞുകൊണ്ടിരുന്ന സംഘർഷം 1965 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ സൈന്യം ജമ്മു കാശ്മീർ ആക്രമിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാങ്ക് യുദ്ധത്തിനാണ് ഈ സംഘർഷം സാക്ഷ്യം വഹിച്ചത്. ആ സമയത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത മിത്രമായിരുന്നു. അതേസമയം പാകിസ്ഥാൻ അമേരിക്കയുടെ കളിപ്പാവയായിരുന്നു. 1954 ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇസ്ലാമാബാദ് വാഷിംഗ്ടണിൽ നിന്ന് $1.5 ബില്യൺ സൈനിക സഹായം നേടിയിരുന്നു. ഇത് ഒരു അതിരുകടന്ന തുകയായിരുന്നു അന്ന്. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക പ്രശസ്തമാക്കിയ ഐതിഹാസിക പാറ്റൺ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഹാർഡ്വെയറുകൾ പാകിസ്ഥാന് ലഭിച്ചിരുന്നു. സെപ്റ്റംബർ 8 പാകിസ്ഥാൻ പഞ്ചാബിലെ അമൃത്സർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാങ്ക് യുദ്ധങ്ങളിലൊന്നായ അസൽ ഉത്തർ യുദ്ധത്തിലാണ് ഹമീദ് ദേശീയ നായകനായി മാറിയത്. എന്താണ് അസൽ ഉത്തർ യുദ്ധം? പഞ്ചാബിലെ ഖേംകരൻ സെക്ടറിൽ നടന്ന ഈ യുദ്ധം സെപ്റ്റംബർ 8 മുതൽ 10 വരെ നടന്നു. പ്രാദേശിക കാലാൾപ്പടയുടെയും പീരങ്കിപ്പടയുടെയും പിന്തുണയോടെ ഇന്ത്യയുടെ 4th മൗണ്ടൻ ഡിവിഷൻ ഖേംകറിന് സമീപമുള്ള പഞ്ചാബിലെ തരൻ ജില്ലയിൽ പാറ്റൺ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള കവചിത യൂണിറ്റുകളെ നേരിട്ടു. ആയുധത്തിൻ്റെ കാര്യത്തിൽ അക്കാലത്ത് ഇന്ത്യൻ സൈന്യം വളരെ പിന്നിലായിരുന്നു. പക്ഷേ ഹമീദും കൂട്ടരും ഇടതൂറുന്ന കരിമ്പിൻ തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ച് ശത്രുവിനെ കാത്തിരുന്നു. കരിമ്പ് പാടങ്ങളിൽ വീശിയ കാറ്റിൽ കരിമ്പിലകൾ ഉരഞ്ഞ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു റീകോയിൽലെസ് തോക്ക് ഘടിപ്പിച്ച ജീപ്പിൻ്റെ പാസഞ്ചർ സീറ്റിൽ ഹമീദ് ഇരിക്കുമ്പോഴും അയാൾക്ക് കാറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ചീമ ഗ്രാമത്തിന് മുന്നിലുള്ള ഇടുങ്ങിയ ചെളി നിറഞ്ഞ ട്രാക്കിലൂടെ ജീപ്പ് നീങ്ങുന്നു. ഉയരമുള്ള കരിമ്പു ചെടികളുടെ പിന്നിൽ മറഞ്ഞിരുന്ന ഹമീദ് തൻ്റെ തോക്ക് ശത്രുക്കളുടെ ദിശയിലേക്ക് ചൂണ്ടി കാത്തിരിക്കുകയാണ്. ശത്രുവിന് നേരത്തെ മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ ഗ്രനേഡിയർമാർ അവരുടെ വെടിയുണ്ടകൾ പിടിച്ചിരിക്കുന്നു. ഇത് ഇഷ്ത് റാവറ്റ്
ദി ബ്രേവ് പരംവീർ ചക്ര സ്റ്റോറീസിൽ എഴുതി. ടാങ്കുകൾ 30 യാർഡിനുള്ളിലെത്തുമ്പോൾ ഹമീദ് തൻ്റെ ലോഡറോട് തോക്ക് നിറച്ച് വെടിവെക്കാൻ ആവശ്യപ്പെടുന്നു. ഷെൽ മുകളിലേക്ക് പോയി ആദ്യത്തെ ശത്രു ടാങ്കിലേക്ക് പതിക്കുന്നത് അയാൾ നിരീക്ഷിക്കുന്നു. ബൈനാക്കുലർ എടുക്കുമ്പോഴേക്കും അയാൾ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ കൺമുന്നിൽ പാകിസ്ഥാൻ ടാങ്ക് കത്തുന്നു. ഹമീദും കൂട്ടരും സന്തോഷിക്കുന്നു. ഷബാഷ്, അദ്ദേഹം വാചാലനാകുന്നു. അവർ പരസ്പരം പുഞ്ചിരിക്കുന്നു. ബിഷ്തറാവത്ത് എഴുതി. റീകോയിലെസ് തോക്ക് ഘടിപ്പിച്ച ജീപ്പിൽ നിന്നിരുന്ന ഹമീദ് യുദ്ധത്തിൽ കുറഞ്ഞത് 4 ടാങ്കുകളെങ്കിലും നശിപ്പിച്ചു. എന്നാൽ 5ാമത്തെ ടാങ്ക് നശിപ്പിക്കാനുള്ള സമയമായപ്പോഴേക്കും സ്വയം വലിയ അപകടത്തിലേക്കാണ് എടുത്തു ചാടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ ടാങ്കും അബ്ദുൽ ഹമീദും ഒരേ സമയം പരസ്പരം കണ്ടു. ഒറ്റയ്ക്കായതിനാൽ അബ്ദുൽ ഹമീദിന് സ്ഥാനം മാറ്റാൻ കഴിഞ്ഞില്ല. അതിനാൽ അയാൾ തൻ്റെ ആയുധം വീണ്ടും ലോഡ് ചെയ്ത് അതിലൂടെ കടന്നുപോയി. പാകിസ്ഥാൻ ടാങ്ക് ഗണ്ണറും അബ്ദുൽ ഹമീദും പരസ്പരം അവരുടെ കാഴ്ചകളുടെ ക്രോസ് ഹെയറുകളിൽ നിർത്തി ഏതാണ്ട് ഒരേ സമയം വെടിവെച്ചു. അബ്ദുൽ ഹമീദ് തൽക്ഷണം കൊല്ലപ്പെട്ടു. ശത്രു ടാങ്ക് നശിപ്പിക്കപ്പെട്ടോ എന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും ബറ്റാലിയൻ ചരിത്രത്തിൽ പറയുന്നത് രണ്ടും ഒരേ സമയം വെടിയുതിർക്കുകയും പരസ്പരം പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ്. മേജർ ജനറൽ ഇയാൻ കാർഡോസോ തൻ്റെ പുസ്തകത്തിൽ എഴുതി. 4 പാകിസ്ഥാൻ ടാങ്കുകൾ നശിപ്പിച്ചതിന് ഔദ്യോഗികമായി ഹമീദിനെയാണ് ആദരിച്ചതെങ്കിലും മറ്റ് സ്രോതസ്സുകൾ അവകാശപ്പെടുന്നത് ഈ സംഖ്യ 8 മുതൽ 9 ടാങ്കുകൾ വരെയാകാമെന്നും 12 വരെയാകാമെന്നുമാണ്. പഞ്ചാബിലെ പാകിസ്ഥാൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഈ യുദ്ധം കനത്ത പ്രഹരമേൽപ്പിച്ചു. യുദ്ധത്തിൽ ഡസൻ കണക്കിന് പാകിസ്ഥാൻ ടാങ്കുകൾ നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തതായി വിദഗ്ധർ പറഞ്ഞു. ആ പ്രദേശത്തിന് പാറ്റൻസ് ശ്മശാനം എന്ന വിളിപ്പേരും ലഭിച്ചു. തുടർന്ന് ഇന്ത്യൻ സൈന്യം ആക്രമണം ആരംഭിച്ചു. അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ പഞ്ചാബിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഐക്യരാഷ്ട്രസഭ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ പരമോന്നത ധീരതാ ബഹുമതിയായ പരംവീർ ചക്ര ഹമീദിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു. അദ്ദേഹം ഒരു ദേശീയ നായകനായും ഇന്ത്യൻ സൈന്യത്തിൽ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായും ഓർമ്മിക്കപ്പെടുന്നു. 1965 യുദ്ധത്തിലെ ഹമീദിൻ്റെ വീരകൃത്യങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലും സംഘർഷത്തിൻ്റെ സൈനിക വിവരണങ്ങളിലും വളരെയധികം ആഘോഷിക്കാൻ കാരണമായി. പഞ്ചാബിലെ ഖേങ്കരൻ ബിഹിവിന്ദ് റോഡിലെ ചീമ ഗ്രാമത്തിനടുത്താണ് ഹമീദിൻ്റെ ശവകുടീരവും യുദ്ധസ്മാരകവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ചടങ്ങുകൾ ആചരിക്കുന്ന ഇന്ത്യൻ സൈന്യം ഈ സ്ഥലം വളരെ ഭംഗിയായി പരിപാലിക്കുന്നു. പിടിച്ചെടുത്ത പാകിസ്ഥാൻ പാറ്റൻ ടാങ്ക് അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്കുള്ള ആദര സൂചകമായി ശ്മശാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗാസിപ്പൂരിലെ ഷാഹിദ് അബ്ദുൽ ഹമീദ് വിദ്യാലയം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സ്കൂളുകൾ, റോഡുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും ഫെബ്രുവരിയിൽ പ്രസ്തുത പ്രൈമറി സ്കൂൾ PM ശ്രീ കോമ്പോസിറ്റ് സ്കൂൾ എന്ന് പേര് മാറ്റിയതിനെ തുടർന്ന് ഹമീദിൻ്റെ കുടുംബം എതിർപ്പ് പ്രകടിപ്പിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ സ്കൂളിൻ്റെ പേര് പുനഃസ്ഥാപിച്ചു.